ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എല്ലാ വീഡിയോയിലും വരുന്നൊരു മെയിൻ കമൻറ്റാണ് ഗൈസ്, നെയ്മാർട്ടിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യോ ചോദിച്ചിട്ട്. പിന്നെ നമ്മൾ ചെയ്യാതിരിക്കുകയോ? അപ്പോൾ ഗൈസ് യെസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെയ്മാർട്ട് ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഗൈസ്. നമ്മുടെ നെയ്മാർട്ട് ഞാനിപ്പോൾ അടുത്താണ് അത് ചെയ്യാൻ തുടങ്ങിയത്. ലൈക്ക് ഞാൻ ഫസ്റ്റത്തെ നെയ്മാർട്ട് അങ്ങനെ ഇട്ടപ്പോൾ തന്നെ എനിക്കൊരു 10K 20K അങ്ങനെ ഒരു വ്യൂസ് റേഞ്ച് ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്ന് നമുക്ക് ഈ വീഡിയോ തന്നെ ഇടാൻ വിചാരിച്ചു. പ്ലീസ് എൻ്റെ നെയിം ചെയ്യാം അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻറ്റ്സ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും നെയിം എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും. ഒരു ബുക്കിൽ നിങ്ങൾ കമൻറ്റ്സ് ഇടുമ്പോൾ തന്നെ ഞാൻ അപ്പോൾ എഴുതി വെക്കുന്നുണ്ട് നിങ്ങളുടെ കമൻറ്റ്സ്. സോ എല്ലാവരുടേതും എന്തായാലും ഉറപ്പായും ചെയ്യുന്നതായിരിക്കും. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, കാരണം ഇങ്ങനെ കുറേ പേരുടേത് എഴുതും ചെയ്യണം, അതുപോലെ എഡിറ്റൊക്കെ ചെയ്തിട്ട് വേഗം അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതാണ് ഗെയ്സ്, അതിൻ്റെ തിരക്കിലായതുകൊണ്ടാണ് ചില പേരുടെ അതൊക്കെ ഡിലേ ആയിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാവരും നെയിംസ് ഞാൻ എഴുതുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് വെയിറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്ന് നോക്കിയാലോ. ഈ നെയ്മാർട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിളാണ്. അതിന് നമുക്ക് വേണ്ടത് ഒരു ഇൻഷോട്ട് ആപ്പാണ്. അത് ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയായിരിക്കും വരിക, വീഡിയോ ഫോട്ടോ കോളേജ് എന്ന് പറഞ്ഞിട്ട്. അതിൽ നിങ്ങൾ വീഡിയോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഉണ്ടാവും. അതിൽ ന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തതുപോലെ പ്ലസ് ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെയായിരിക്കും. മുകളിൽ ആൽബം മെറ്റീരിയൽ എന്നുണ്ടാകും. അതിൽ നിങ്ങൾ ആദ്യം മെറ്റീരിയലിലോട്ട് പോയിട്ട് അവിടെ കുറേ മെറ്റീരിയൽസ് ഉണ്ട്. നിങ്ങൾക്ക് ഔട്ട്രോ, ഇൻട്രോ, ട്രാൻസിഷൻ, അറ്റ്മോസ്ഫിയർ, ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ കുറേ സംഭവമുണ്ട്. അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അറ്റ്മോസ്ഫിയർ ആണ്. അതിൽ പോയിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റീരിയൽ കിട്ടും. ഇതാണ് കേട്ടോ ആ ഒരു റെയിൻബോ കളറിൽ വരുന്ന നമ്മുടെ മെറ്റീരിയൽ. അത് നേരെ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇൻഷോട്ടിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമേ എടുത്ത് വെച്ചിട്ടുണ്ടാവില്ല ഒരു നെയിം എഴുതിയാണ്ട്, ആ ഒരു വീഡിയോ പിപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ ഈ ഒരു പേജിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഞാനിപ്പോൾ ആദ്യം ഒരു ബ്ലൂവോ ഗ്രീനോ കളറിലുള്ള ഒരു ബ്രഷ് പെന്നോ അല്ലെങ്കിൽ ഒരു ഹൈലൈറ്ററോ സ്കെച്ച് പെന്നോ യൂസ് ചെയ്ത് ആദ്യമേ ഒരു നെയിം എഴുതുക. ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ബ്ലൂ കളറിലുള്ള പെന്ന് വെച്ചാണ് എഴുതണമെങ്കിൽ സൈഡിലൊന്നും ബ്ലൂ കളറിലുള്ള ഓരോ ഒബ്ജക്റ്റും വെക്കാൻ പാടില്ല. ഫുൾ വൈറ്റ് ആയിരിക്കണം ആ ഒരു സൈഡ് വേണ്ടത്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഫുള്ള് വൈറ്റാണ്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ബ്ലൂ കളറിലുള്ള പെന്ന് വെച്ചിട്ട് എഴുതുന്നത് കേട്ടോ. ഇനി ആ മാജിക് എങ്ങനെയെന്നല്ലേ കാണിച്ചു തരാം. ഇത് നേരെ ഈ ഒരു മുകളിലത്തെ സംഭവം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ ഒരു കട്ടൗട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതാണ് നമ്മളുടെ ഈ ബ്ലൂ കളർ നേരെ റെയിൻബോ കളറിലോട്ട് മാറ്റുന്നത്. അതിൽ ക്രോമ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരും. ആ ഒരു പ്ലസ് ബട്ടൺ, ആ ഒരു സർക്കിൾ നേരെ കൊണ്ടുവന്നിട്ട് ഈ ബ്ലൂ കളറിൽ വെച്ചാൽ സംഭവത്തിലുള്ളൂ, കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ബ്ലൂ കളറിലുള്ള പെന്ന് മാറി ഇപ്പോൾ ഒരു ആ റെയിൻബോ നമ്മുടെ ആദ്യം വെച്ച മെറ്റീരിയലിലോട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ആ ക്രോമയിൽ പോയിട്ട് ഈ സ്ട്രെങ്ത് ഒന്ന് ഇങ്ങനെ ഇതുപോലെ കൂട്ടി വെച്ചിട്ട് ഒരു 20% ആണ് ഇപ്പോൾ ഉള്ളത്. ഒരു 45% ആക്കിയാൽ ഇതാ സംഭവം അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. നമുക്ക് ആ വീഡിയോ ഇട്ട് നോക്കാം. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു ബ്ലൂ കളർ നന്നായിട്ട് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റിൽ പോയിട്ട് കുറച്ചൊന്ന് ബ്രൈറ്റ് ആക്കി കൊടുത്തതുപോലെ ഉണ്ടാവും. ഭയങ്കര സിമ്പിളാണ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു സംഭവം എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്നുള്ളത്. ഇനി ഈ വീഡിയോ നമ്മുടെ ഗാലറിയിലോട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലുള്ള എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, നേരെ ഗാലറിയിലോട്ടാവും. അപ്പോൾ ഗൈസ്, ഇങ്ങനെയാണ് ഞാൻ എൻ്റെ നെയ്മാർട്ട് എഡിറ്റ് ചെയ്യുന്നത്. ഭയങ്കര സിമ്പിളാണ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ആ ഒരു പെന്ന് റിയൽ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്. റിയൽ ഒന്നല്ല, ഇത് എഡിറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ ഞാൻ നോർമൽ ബ്രഷ് പെന്ന് വെച്ചിട്ട് ഇൻഷോട്ട് ആപ്പ് എഡിറ്റ് ചെയ്യുന്നതാണ്, നിങ്ങളിപ്പോൾ കണ്ടല്ലോ. അപ്പം ഇതായിരുന്നു വീഡിയോ. ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ ഏത് തരം വീഡിയോസാണ് ഇഷ്ടം? ചില പേര് ചോദിക്കുന്നുണ്ട് നെയ്മാർട്ടിൻ്റെ കൂടെ തന്നെ റിലേറ്റബിൾ കണ്ടൻസ് ക്രാഫ്റ്റൊക്കെ ചെയ്യുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം അത് കമൻറ്റ് ചെയ്യുക. ഞാൻ റിലേറ്റബിൾ കണ്ടൻസും ഇടണം എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഞാൻ 9th കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും സ്റ്റഡി പ്രിപ്പറേഷൻസ് അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം, നമുക്കത് ചെയ്ത് നോക്കാം. അപ്പം ഏത് വീഡിയോ ആണെന്നും ഇനി മുതൽ ഏത് വീഡിയോ ആണെന്നും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.